പ്രിയപ്പെട്ടവരെ, ഈ സംഗമം നമ്മെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോവുകയും സൗഹൃദ ബന്ധം പുതുക്കുകയും മുബാരസ് എന്ന പേരിൽ നമ്മെ ഒന്നിപ്പിക്കുന്ന കുടുംബ ബന്ധം ആഘോഷിക്കുകയും ചെയ്യുന്നൊരു പ്രത്യേക അവസരമാണ്. സന്തോഷം, ഐക്യവും നിറഞ്ഞിരിക്കട്ടെ ഈ സംഗമം. ADOC മുബാരസ് ഓയിൽ ഫീൽഡ് റിട്ടയേഴ്സ് ഗ്രൂപ്പിന്റെ 4ാം സംഗമം ശ്രീ ഷാനവാസിന്റെ വസതിയിൽ ശ്രീ ഗോപന്റെ അധ്യക്ഷതയിൽ നടന്നു. അധ്യക്ഷതാ പ്രസംഗത്തിൽ അദ്ദേഹം എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. ഒരു 3.5 കിലോമീറ്ററിനുള്ളിൽ ഞങ്ങൾ 100-300 ആളുകൾ ഒരുമിച്ച് അച്ഛനില്ല, അമ്മില്ല, രക്തബന്ധങ്ങളില്ല. അവിടെ ഞങ്ങൾ കാണുന്ന എല്ലാവരെയും ഏകോദര സഹോദരങ്ങളായിട്ട് മാത്രമായിരുന്നു. അതിനിടയ്ക്ക് പല പ്രശ്നങ്ങളുണ്ടാവാം, കളിക്കുമ്പോൾ വഴക്കുണ്ടാവാം, കളി കഴിഞ്ഞ സ്നേഹാവാം. അപ്പൊ അതിൽ നിന്ന് ഞങ്ങളെല്ലാം ഒരു ഡീപ്പ് റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക. അത് ഒരു സ്വപ്നതുല്യമാണ്, സ്വർഗതുല്യമാണ്. ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിരിക്കും എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം. എന്നിട്ടും ഇവരെന്തിനു കാണുന്നു? ഈ നിമിഷങ്ങൾ ഇതുപോലെ ആഗ്രഹിച്ചിട്ട് നമുക്ക് അടുത്ത സമയം കാണാം എന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിലോ ഏത് കാലഘട്ടത്തിലോ നമുക്കത് തീരുമാനിക്കാൻ കഴിയില്ല. അടുത്ത കൊല്ലം ആർ, എവിടെ, എങ്ങനെ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഓസ്ട്രേലിയയിലായിരിക്കാം, ഒരുപക്ഷെ ഇംഗ്ലണ്ടിലായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗരാജ്യം നേടിയിരിക്കാം. എനിവേ, നമ്മൾക്ക് ആവശ്യം നമ്മളുടെ ഈ സ്നേഹബന്ധം എന്നും നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വർഷത്തിൽ ഒരിക്കലെങ്കിലും മസ്റ്റ് ബി നമ്മൾ ചേർക്കേണ്ടിയിരിക്കണം. അതിനായിട്ട് നമ്മൾ പലരുമല്ല എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കണം. അതിന് ഒരു ഈ അനീഫ ഓർഗനൈസ് ചെയ്തോണം ആരെങ്കിലുമൊക്കെ ആ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അത് പ്രഷർ ചെയ്ത് എല്ലാ പ്രാവശ്യവും വർഷത്തിൽ ഒരിക്കലോ 2 എനിവേ മിനിമം 1 ടൈം നമ്മൾ കണ്ടിരിക്കണം. അതാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച്. സംഗമത്തിന്റെ ഭാഗമായി ഗ്രൂപ്പിൽ സജീവമായി പങ്കാളികളായ മുതിർന്ന അംഗങ്ങളായ ശ്രീ കുമാരനെയും ശ്രീ ജവഹറേയും പൊന്നാട അണിയിച്ചു ആദരിച്ചു. കൂടാതെ അടുത്തിടെ നടന്ന ITF വേൾഡ് സീനിയർ മാസ്റ്റേഴ്സ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ 65 വയസ്സിന് മുകളിലുള്ള ഡബിൾസ് വിഭാഗത്തിൽ 2 അന്താരാഷ്ട്ര കിരീടങ്ങൾ നേടിക്കൊണ്ടുള്ള ശ്രദ്ധേയമായ നേട്ടത്തിന്റെ ഭാഗമായ ശ്രീ രവീന്ദ്രനാഥിനും പൊന്നാട നൽകി സ്വീകരിച്ചു. ആദരവിന് നന്ദി പറഞ്ഞ് ശ്രീ കുമാരനും ശ്രീ രവീന്ദ്രനാഥും സംസാരിച്ചു. ആശംസകളും നല്ല വാക്കുകളും പങ്കുവച്ചത് ശ്രീ PJ കുട്ടി, ശ്രീ സിറാജ്, ശ്രീ ശശിധരൻ, ശ്രീമതി റാണി, ശ്രീമതി കല എന്നിവരായിരുന്നു. വാസികളായിട്ട് നമ്മൾ അനുഭവിക്കാത്ത ഒരു കഷ്ടപ്പാടോ ഒരു സന്തോഷമോ സുഖവും എന്തെല്ലാം നമ്മൾ അനുഭവിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ നമ്മുടെ കൊച്ചുമക്കൾക്ക്, നമ്മുടെ പേരക്കുട്ടികൾക്കോ ആർക്കും സാധിക്കാത്ത ഒരു ജീവിതം ജീവിക്കാൻ സാധിച്ച നമ്മളാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ. നമ്മുടെ മക്കൾക്ക്, കൊച്ചുമക്കൾക്ക് അവർക്ക് കഥ പറഞ്ഞാൽ പോലും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അവര് അത് വിശ്വസിക്കാൻ സാധിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതിന് നമുക്കൊരു ഭാഗ്യല്ലേ. നമ്മൾ ഈ രണ്ട് മൂന്ന് സ്റ്റേജിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അതിനെ നമുക്ക് ദൈവം തന്നുള്ള ഒരു ഉപകാരമാണ്. പിന്നെ ഒരു പ്രവാസിയായ മനുഷ്യൻ കഷ്ടപ്പെട്ട പോലെ അവൻ അനുഭവിച്ചുള്ള ഒരു പ്രവാസി കിട്ടിയിട്ടായിരിക്കുന്നതാണ് എന്റെ വിശ്വാസം. എന്റെ എക്സ്പീരിയൻസും ഞാൻ പറയുന്നത്. അത്രയ്ക്കും വലിയ സമാധാനം തള്ളിപ്പോയിരുന്നു.
അപ്പോ അതിന്റെ ഒക്കെ ഉടമകളായ നമ്മളാണ് പ്രിയ സുഹൃത്തുക്കളെ. നമ്മളെല്ലാവരും നമ്മൾ എവിടെയൊക്കെയുള്ള ആൾക്കാരാണ്. നമ്മൾ ഒത്തുകൂടി ഒരേ ഹൃദയത്തിന്റെ ഉടമയായിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. എത്രയോ പ്രശ്നങ്ങളെ കൂടിയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരും ഞങ്ങൾ നമ്മുടെ എല്ലാം സഹധർമ്മിമാരാണ് അവിടെ ഇരിക്കുന്നത്. വെച്ചാൽ നമ്മുടെ മുതിർന്ന ആൾക്കാരെ കുമാരത്തിന് അപ്പഴേ കുമാരത്തം എവിടെയായാലും വരുമെന്ന് പറഞ്ഞു. വരാൻ പറ്റാത്ത പേരുണ്ട്. അതായത് പോൾ നമ്മുടെ കൂടെ 10-20 കൊല്ലം നമ്മൾ ചെയ്ത ഒരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന്റെ നില വളരെ പരിതാപകരമാണ് ബേസിക്കലി. അപ്പം ഇതിൽ ഞാൻ എന്റെ സഖാവ് അദ്ദേഹവും ശാരീരികമായി വളരെ തളർന്നു. ഇവരെ രണ്ടുപേരെയും കാണാൻ കഴിഞ്ഞ് അവരോട് കുറച്ചു നേരം സംസാരിക്കാൻ സാധിച്ചതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ ഈ ട്രിപ്പിന് കരുതുന്നത്. സഖാവിന്റെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലേക്ക് തന്നെയാണ്. പക്ഷെ അത്ര ഇങ്ങനെ ഒരു ദയനീയമായ സ്ഥിതിയിൽ ഞാൻ ഇതുവരെ രണ്ടുപേരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ പോൾ എന്നൊക്കെ പറഞ്ഞെങ്കിൽ എല്ലാവർക്കും അറിയാം. പോളെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര കോമഡിയും നിമിഷ കോൺഗ്രസ് ജോക്ക് ഒക്കെ പറയുന്ന ഒരാളായിരുന്നു. അതിനിടയ്ക്ക് വഴക്ക് കൂടും എല്ലാം ഉണ്ട്, എല്ലാ കുടുംബത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരാള് ഇത്രയും ഒതുങ്ങി ഒരു 73 വയസ്സേ ആയിട്ടുണ്ട്. അപ്പം അത്രയും ഒതുങ്ങി പോയി സഖാവിന്റെ 75 വയസ്സ് കഴിഞ്ഞെന്ന് തോന്നുന്നു. പുള്ളിയുടെ ശാരീരികാവസ്ഥ വളരെ മോശമാണ്. അതിന് കഴിഞ്ഞ നമ്മുടെ ഗ്രൂപ്പിൽ അടുത്തൊക്കെ കാണാൻ പറ്റുന്നവരും പോയി കാണുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. എനിക്ക് ഓർമ്മശക്തി പറയില്ല, എന്നോട് എല്ലാ ആൾക്കാരെ പറ്റിയും ചോദിച്ചു. വലിയ പ്രശ്നം ചിലപ്പോൾ അവര് പറയുന്ന ചില സമയത്തൊന്നും ഓർമ്മ വരും എന്ന് പറഞ്ഞു. പോളിനും അതേമാതിരി ടീച്ചർ പറയുന്ന ബാത്റൂം എവിടെയാണെന്ന് അറിയാം. കുറച്ചു നേരത്തേക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ മാറും. അപ്പൊ ഇതൊക്കെയാണ് മനുഷ്യന്റെ അവസ്ഥ. നമ്മളൊക്കെ ഇപ്പോഴും ആരോഗ്യമായി നടക്കുന്ന ദൈവത്തോട് സ്തുതി പറയുകയല്ലാതെ അതൊരു ഈ വരവില് സഖാവിന്റെയും പോളിന്റെയും ഒരു ഇതുണ്ട്. ജവാസാറിനെ ഞാൻ വീട്ടിൽ പോയി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ ഇന്നത് തിരക്കിങ്ങനെ കുട്ടിയുടെ വീട്ടിലും കയറുന്ന വിചാരിച്ചിരുന്നു, അതും കഴിഞ്ഞില്ല. ഇതിനിടയ്ക്ക് വേറൊരാളെ എന്നെ ബഷീർ പണ്ട് ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഫോൺ കിട്ടുന്നില്ല. അവർക്ക് എന്തോ കല്യാണമുണ്ട്, എങ്ങനെയെങ്കിലും ഞാൻ കാട്ടൂർ എത്താമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പുള്ളിക്ക് എത്താൻ സാധിച്ചില്ല. അത് നമുക്ക് ഇതുവരെ നമ്മുടെ ഒരു കൂട്ടായ്മയിൽ പുള്ളിയെ കണ്ടിട്ടില്ല. സറാസ് ഓർമ്മയായിട്ടോ സിറാജിനെയൊക്കെ ഓർമ്മ ഉണ്ടെന്ന്. പിന്നെ മോഹൻ നമ്മുടെ പഴയ വിദ്യസിക്കാലം മുതലേ വോളിബോൾ സിറാജ്, അങ്ങനെ ശശി, ജബ്ബാറ്, ഇതൊക്കെ വളരെ അടുത്ത മാനസികമായിട്ട് വളരെ അടുത്ത സൗഹൃദം തന്നെ പുലർത്തുന്ന ആൾക്കാരായിരുന്നു. എല്ലാവരും ഇവിടെ വന്നുകൂടാതെ വേണ്ടി കുട്ടികളെ വളരെ സന്തോഷം. ഉറപ്പിച്ചോ? ഇതിൽ ഉറപ്പിച്ചോ? ആയിക്കോട്ടെ. ഡിസംബർ 22, 24. അല്ല, ഇത് ഇവരൊന്നും ഇത് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല അറിയുന്ന ആളെ. അതെ അതെ. അപ്പോ കല്യാണം അടുത്തെടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ നവംബർ 30-നാണ് ഞങ്ങള് പിന്നെ കല്യാണം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോ വയനാട്ടിൽ വെച്ചിട്ടാണ്. 150 അടുത്ത് എന്റെ വീടിനും ചുറ്റുവട്ടത്ത് തന്നെയാണ് ഒരു ഹോളിലാണ് കല്യാണം. അപ്പോ എല്ലാവരെയും ഒഫീഷ്യലായിട്ട് ഇപ്പൊ തന്നെ ക്ഷണിക്കുകയാണ്. ഗ്രൂപ്പിൽ ഞാൻ ഇടും. അതേപോലെ ഓരോരുത്തരെ പറ്റുന്നവരൊക്കെ കൂടുതലും ഞാൻ ഫോൺ ചെയ്തിട്ട് കാര്യങ്ങൾ പറയും. എന്നാലും എല്ലാവരെയും ഒഫീഷ്യലായിട്ട് ക്ഷണിക്കുകയാണ്. അതിനുശേഷം വരുന്നുള്ളൂ ഡിസംബർ. അതാണ് ഞാൻ ആദ്യം ചാടി കയറിയത്. അപ്പൊ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരോടും, അപ്പൊ പരിചയമില്ലാത്ത ആരുമില്ല. അതിനകത്ത് ഒരാളെ മാത്രം, മോനെ മാത്രമേ ഞാൻ കാണാത്തുള്ളൂ. ബാക്കി എല്ലാവരും എനിക്ക് സുപരിചിതരാണ്. എല്ലാവരും പോകാറ്. ഞാൻ അധികം കാലം നിന്നില്ലെങ്കിലും കൂടുതൽ എല്ലാവരുമായിട്ട് കൂടുതൽ അടുപ്പം വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇസാനായിട്ട്. ജവസാൻ തുടക്കം മുതലേ പിന്നെ ഞങ്ങള് ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് വയനാട്ടില്. 90-കളില് 92, 93 കാലഘട്ടത്തില് ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്ത് വയനാട്ടിൽ വന്നിരുന്നുള്ളൂ. ഞാൻ ഇവിടെ വന്നിരുന്നു ആ സമയം. റാണവത്തിന്റെ വീട്ടിൽ വന്നിരുന്നു. അന്ന് വേറെ ഒരു കാട്ടുപോകാത്ത 3-4 വീടുകളിൽ കയറി പോയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അന്ന് വന്നിട്ട് പിന്നെ ഞാൻ മിക്ക കൂടെ വന്നിരുന്നു ഇവിടെ. അപ്പൊ അങ്ങനെ ഉപരിതരാണ് എനിക്ക്. എല്ലാവരും കുടുംബം പോലെയാണ് എല്ലാവരും. അപ്പൊ അതെ, കുമാരേട്ടൻ പിന്നെ പറയണ്ടാവില്ല. എടുത്തു പറയാത്തത് കൊണ്ടാണ്. കുമാരേട്ടൻ പലതവണയായിട്ട് വയനാട്ടിൽ വരുന്നു.
കുമാരേട്ടൻ്റെ അടുത്ത് പലതവണ ഞാൻ വരുന്നു, താമസിക്കുന്നു, ഞങ്ങൾ തമ്മിൽ ബന്ധം, അതുപോലെ ജയേട്ടനുമായിട്ടുള്ള ബന്ധം, എല്ലാവരുമായിട്ടുള്ള ധാരാളം ബന്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതാണ്. പിന്നെ ഗ്രൂപ്പിൽ പൊതുവെ ഞാൻ കൂടുതൽ ആക്റ്റീവ് അല്ലാത്തവനെ കുറച്ചായിട്ട് ആരെങ്കിലും വിളിച്ച് ഇടയ്ക്കായിട്ട് ഇപ്പൊ ഞാൻ പിന്നെ ചിലപ്പം ആയുർവേദ സെന്റർ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. എന്നോട് യാത്ര ചെയ്തെന്ന് പറഞ്ഞതും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് 6:30 എന്റെ വീട്ടിൽ നിന്ന് വിട്ടതാണ്. ഞങ്ങൾ 12:30 ആകുമ്പോൾ ഞങ്ങൾ ഏകദേശം കല്ലൂർ വളാനപ്പള്ളി ഭാഗത്തേക്ക് ആഹാരം കഴിച്ചാണ് പറഞ്ഞത്. അപ്പൊ കുമാരേട്ടനായിട്ട് ബന്ധപ്പെട്ടു. പിന്നെ എല്ലാവരുമായിട്ടും ഞാൻ സംസാരിക്കാനുള്ള അവസരം കിട്ടിയില്ലെങ്കിൽ എല്ലാവരുമായിട്ടും ഞാൻ കാര്യങ്ങൾ അറിയുന്നുണ്ടല്ലോ, വ്യക്തമായിട്ടും ഗ്രൂപ്പിലുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ട്. അതെ അതെ. പിന്നെ നമ്മൾ അന്തരകണ്ടി വന്നപ്പോ ഏകദേശം കുറച്ച് പേര് അതിൽ എല്ലാവരും ഇല്ലെങ്കിൽ പറഞ്ഞ മാതിരി എല്ലാ വർഷവും പറ്റുന്ന ഒന്നിച്ച് കൂടാ പറ്റുന്നതനുസരിച്ച്. പിന്നെ ഈ വയനാട്ടിലേക്ക് വരുമ്പോ വീട്ടിൽ വരുമ്പോൾ സംഗമം ചേരാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതല്ലെങ്കിൽ അതിന് ശേഷമുള്ളൊരു സമയത്തോ അതിന് മുമ്പുള്ള സമയത്തോ ആവാം കുഴപ്പമില്ല. നല്ല കാലാവസ്ഥ സമയത്ത്, മഴയില്ലാത്ത സമയത്ത് വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഡിസംബറിൽ അപ്പൊ തലേ ദിവസം വീടിന്റെ അടുത്തുള്ള ആളുകളാണ് പരിപാടി. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു കല്യാണം ഇവിടെ എല്ലാവരും പ്രത്യേകം ക്ഷണിക്കുന്നു. ആ സമയത്ത് എല്ലാവരും ഈ ഗ്രൂപ്പിലെ എല്ലാരോടും ഭയങ്കര സ്നേഹ സന്തോഷമാണ്. കാരണം ഞങ്ങള് ഇതിനെ കോടതിയിലെ ഗ്രൂപ്പിൽ ഇങ്ങനെ ആക്റ്റീവ്. പിന്നെ ഇവരെ ഒന്നും ഞാൻ അധികം ആൾക്കാരെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. എങ്കിലും ഗ്രൂപ്പിൽ വന്നേ പിന്നെ എല്ലാവരുമായിട്ടും സഹകരിക്കാനും സംസാരിക്കാനും പറ്റി. നിങ്ങളുടെ ഈ ഗ്രൂപ്പിന് എന്റെ എല്ലാവിധ ആശംസകളും. ഒരു സ്വകാര്യ സമയത്ത് നിങ്ങളുടെ ഗ്രൂപ്പുമായിട്ട് ഒരു പാർട്ടുണ്ട്. അത് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു. ഇതേപോലെ ഈ ഗ്രൂപ്പ് ഇതേ എനർജിക്ക് ആയിട്ട് കൊണ്ടുപോകട്ടെ. ഒരു യങ് കോളേജ് ഗ്രൂപ്പ് പോലെ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും വേണ്ടി എന്റെ കുടുംബവും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ശ്രീ പി ജെ കുട്ടിയും ശ്രീ സിറാജും അവരുടെ പുത്രന്മാരുടെ വിവാഹ ചടങ്ങുകളിലേക്ക്, അതായത് ഡിസംബർ 21 കുട്ടിയുടെ മകന്റെയും 22, 24 സിറാജിന്റെ മകന്റെയും തൃശ്ശൂരിൽ നടക്കുന്ന ചടങ്ങുകളിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചു. ശ്രീ ശശിയും നവംബർ 30 വയനാട്ടിൽ നടക്കുന്ന തന്റെ മകളുടെ വിവാഹത്തിലേക്ക് ഏവരെയും ക്ഷണിച്ചു. ഔപചാരിക പരിപാടികൾക്ക് ശേഷം എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. പിന്നാലെ ചിരിയും പഴയ ഓർമ്മകളും നിറഞ്ഞ സൗഹൃദ സംഭാഷണങ്ങളിലൂടെ സമയം ചെലവഴിച്ചു. വൈകുന്നേരം 6:30 ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേദിയൊരുങ്ങി. എവിടെ മടിക്കരിയോ എന്താ നിരാശ? അത് മടിക്കലുണ്ട്. അപ്പൊ അടുത്ത സംഗമം എവിടെ വെച്ചിട്ടാന്നാ തീരുമാനിച്ചത്? നമുക്ക് മൂന്ന് സംഘമായില്ല അവിടെ. നീ ഇരുന്നവിടെ, നീ ഇരുന്ന് കഴിച്ചോറെ. പറഞ്ഞു അന്നറിയോ പറഞ്ഞ
എന്റെ പേര് കുമാർ. സംഗമം സന്തോഷത്തോടെ അവസാനിച്ചെങ്കിലും സമയം വളരെ വേഗത്തിൽ കഴിഞ്ഞുപോയി എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായി. സംഗമത്തിന് ആതിഥ്യമരുളിയ ശ്രീ ഷാനാവാസും ഭാര്യ ശ്രീമതി നസീമയും സംഗമത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചു. ഈ സംഗമത്തിന്റെ മനോഹര നിമിഷങ്ങൾ പകർത്തിയെടുത്തതിന് ശ്രീ റഷീദിന്റെ മകൻ ശ്രീ ബെൻഹറിനോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 4ാമത്തെ സംഗമത്തിൽ പങ്കെടുക്കാൻ വന്ന, വളരെ അകലെന്ന് പോലും വന്ന, പങ്കെടുക്കണം എന്ന ആഗ്രഹം കൊണ്ട് വന്ന നമ്മുടെ ജോയി, റാണി, ജബ്ബാർ, സുബൈദ, പിന്നെ ശശി, ലൈല, പിന്നെ നമ്മുടെ നാവ്, കല, എല്ലാവർക്കും പ്രത്യേക നന്ദി പറയുകയാണ്. ഇനി നമുക്ക് അടുത്ത സംഗമത്തിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.